ചാലിയാറിന്റെ കടവുകളിൽ മരണം വിതറി കടന്നുപോയ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തം നടന്നിട്ട് നാളേക്ക് 2 വർഷം. ദുരന്തത്തിന്റെ നടുക്കുന്ന ഓർമ്മകൾ മായാതെ മലയോര ജനത. ദുരന്തം നടന്നത് ചൂരൽമലയിലാണെങ്കിലും അതിന്റെ വ്യാപ്തിയുടെ നേർസാക്ഷികളാകേണ്ടി വന്നത് 30 കിലോമീറ്റർ അകലെ ചാലിയാറിന്റെ തീരങ്ങളിലുള്ളവരായിരുന്നു. കാണുന്ന വീടുകളിലൊക്കെ ആളുകൾ ടോർച്ച് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അങ്ങോട്ട് പോകാനൊരു നിവൃത്തിയില്ല. കുത്തി ഒളിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളപ്പാച്ചിലാണ്. താഴെ NDRF ടീം ആളുകൾ താഴെ അവിടെ തയ്യാറായി നിൽക്കുന്നുണ്ട്. പക്ഷെ ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും എത്താൻ കഴിയാത്ത അവസ്ഥയാണ്. ആ വീട്ടിൽ ആളുകളുണ്ട്. ആ വീട്ടിലേക്ക് ആണ് പോകുന്നത്. ഡേഞ്ചർ സിറ്റുവേഷൻ ആണ്. വലിയ പൊട്ടാണ് പൊട്ടിയിട്ടുള്ളത്. ആ കാണുന്ന ഒരു വണ്ടിയാണ്. വലിയ അപകടകരമായ സിറ്റുവേഷൻ ആണ്. ഇത് ചൂരൽമല അങ്ങാടിയാണിത്. നോക്കണം നമുക്ക്. ചൂരൽമല അങ്ങാടിയിലെ അവസ്ഥയാണ് ഇപ്പോൾ. റോഡ് JCB വെച്ചിട്ട് മണ്ണ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ആൾക്കാർ പല സ്ഥലങ്ങളിലായിട്ട് കുടുങ്ങി നിൽക്കുന്നവരുണ്ട്. അതിനു വേണ്ടിയുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് രക്ഷപ്പെടുത്താനുള്ള. ചൂരൽമല അങ്ങാടിയിലാണ് ഇപ്പോൾ ഈ കാണുന്നത്. അസാമാന്യമാം വിധം ചാലിയാർ പുഴ കരകവിഞ്ഞൊഴുകി വെള്ളം കലങ്ങിമറിഞ്ഞ് തീരങ്ങളിൽ ചേതനയറ്റ മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും വിതറി മൃതവാഹിനിയായി അന്ന് ചാലിയാർ മാറി. ജൂലൈ 30 പുലർച്ചെ 3 മണിയോടെ തീരങ്ങളിൽ മത്സ്യങ്ങൾ തിരിഞ്ഞുപോയ മുണ്ടേരി വാണിയമ്പുഴ നഗറിലെ ആദിവാസികളാണ് ആദ്യമായി മൃതദേഹങ്ങൾ കാണുന്നത്. തുടർന്ന് ചാലിയാറിന്റെ വിവിധ കടവുകളിലും തീരങ്ങളിലും തലയറ്റതും കൈകാലുകളറ്റതും ഉടലുകൾ വേർപെട്ടതും ആൺപെൺ തിരിച്ചറിയാൻ കഴിയാത്തതുമായ നിരവധി മൃതദേഹങ്ങൾ അടിഞ്ഞുകൊണ്ടേയിരുന്നു. വിവരമറിഞ്ഞതോടെ പോലീസും അഗ്നിരക്ഷാസേനയും വിവിധ വകുപ്പുകളും രക്ഷാപ്രവർത്തകരും ജനപ്രതിനിധികളും നാട്ടുകാരും മുണ്ടേരിയിലേക്ക് ഒഴുകിയെത്തി. വെള്ളം കുറഞ്ഞതോടെ ചാലിയാറിന്റെ തീരങ്ങളിൽ ചേതനയേറ്റ മൃതദേഹ ഭാഗങ്ങളും ഛിന്നഭിന്നമായി കിടക്കുന്ന കാഴ്ച കരളലിയിപ്പിക്കുന്നതായിരുന്നു. ദുരന്തത്തിൽ നാമാവശേഷമായ വെള്ളാർമല സ്കൂളിലെ കുരുന്നുകളുടെ ബാഗുകളും നനഞ്ഞുകുതിർന്ന പുസ്തകങ്ങളും കുഞ്ഞുടുപ്പുകളും കളിപ്പാട്ടങ്ങളും തീരങ്ങളിൽ ചിതറിക്കിടക്കുന്ന കാഴ്ചകൾ മലയോര ജനതയുടെ കരളലിയിപ്പിച്ചു. പിന്നീട് ചാലിയാറിന്റെ സൂചിപ്പാറ വെള്ളച്ചാട്ടം മുതൽ നിലമ്പൂർ വരെയുള്ള ഭാഗങ്ങളിൽ നടന്ന തിരച്ചിലിൽ പൊന്തകളിലും മരങ്ങളിലും പാറക്കെട്ടുകളിലും ഉടക്കിക്കിടന്ന നിരവധി മൃതദേഹങ്ങൾ കണ്ടെത്തി. വാണിയമ്പുഴ, ഇരുട്ടുകുത്തി, മുണ്ടേരി, കമ്പിപ്പാലം, മുക്കം, അമ്പുട്ടാൻപൊട്ടി, കുനിപ്പാല, മച്ചിക്കൈ, ഭൂദാനം, വെള്ളിലമാട്, പനങ്കയം, ഉപ്പട ഗ്രാമം, പൂക്കോട്ടുമണ്ണ, ചുങ്കത്തറ, കൈപ്പിനി, നിലമ്പൂർ, ചാലിയാർമുക്ക് എന്നിവിടങ്ങളിൽ നിന്നാണ് ഏറ്റവും അധികം മൃതദേഹങ്ങൾ ലഭിച്ചത്. കേന്ദ്രസേനയായ NDRF, കേരള പോലീസ്, അഗ്നിരക്ഷാസേന, വിവിധ റെസ്ക്യൂ സേനകൾ, സന്നദ്ധ സംഘടനകൾ, യുവജന സംഘടനകൾ എന്നിവർ രക്ഷാപ്രവർത്തനങ്ങളിൽ പങ്കാളികളായി. മറ്റു മാർഗങ്ങളില്ലാത്തതിനാൽ ഉടുമുണ്ടഴിച്ച് മൃതദേഹങ്ങൾ പൊതിഞ്ഞ് തോളിലേറ്റി കിലോമീറ്ററുകൾ വനത്തിലൂടെ സഞ്ചരിച്ച് പുഴ മുറിച്ചു കടക്കാനായി ചെങ്ങാടം തുഴഞ്ഞുമാണ് സർക്കാർ സംവിധാനങ്ങൾക്കൊപ്പം ജനങ്ങൾ സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടത്. 1 മാസത്തിലേറെ ചാലിയാറിന്റെ തീരങ്ങളിൽ യന്ത്രങ്ങൾ ഉപയോഗിച്ച് മണ്ണ് നീക്കം ചെയ്തവരെ നടത്തിയ തിരച്ചിലിൽ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 80 മൃതദേഹങ്ങളും 176 ശരീരഭാഗങ്ങളും കണ്ടെത്താനായി. ഇതിൽ 41 പുരുഷന്മാരും 32 സ്ത്രീകളും 3 ആൺകുട്ടികളും 4 പെൺകുട്ടികളും ഉൾപ്പെടുന്നു. മണ്ണാഴങ്ങളിൽ പൊതിഞ്ഞ് ഇനിയും കണ്ടെത്താനാകാതെ നിരവധി മനുഷ്യജീവനുകൾ ചാലിയാറിന്റെ തീരങ്ങളിൽ ഉണ്ടാകുമെന്ന് കരുതുന്നു. വയനാട് ജില്ലയിലെ മേപ്പാടി, ചൂരൽമല, മുണ്ടക്കൈ ഭാഗങ്ങളിൽ കാലവർഷം തിമിർക്കുമ്പോൾ നിലമ്പൂരിന്റെ മനസ്സാണ് ആശങ്കയിലാവുന്നത്. 2 വർഷത്തിനു ശേഷം ഇരുട്ടുകുത്തിക്കടവിൽ ചാലിയാർ പുഴയ്ക്ക് കുറുകെ പാലം നിർമ്മാണം പൂർത്തിയായതാണ് ഇപ്പോഴുള്ള ജനങ്ങളുടെ ഏക ആശ്വാസം.